നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ഷോ അഗെയിൻ. സുഹ്രാൻ മംദാനി ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചു കേരളത്തിൽ പോലും പലർക്കും അവരുടെ ജില്ലയുടെ മേയർ ആരാന്ന് പോലും അറിയുപോലില്ല. പക്ഷെ അവർക്ക് മംദാനിയെ പറ്റി അറിയാം. മംദാനി ഒരു മേയർ ആയിട്ട് പോലുമില്ല. അദ്ദേഹം ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, ഇലക്ഷൻ നവംബറിലാണ്. പക്ഷെ അതൊരു തരംഗം, അദ്ദേഹം ഒരു ആവേശമായി മാറിയിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾക്കിടയിൽ. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് മംദാനി, 33 വയസ്സുള്ള മംദാനി, ഒരു പൊളിറ്റിക്കൽ ആൻഡ്രൂ കോമോ എന്ന് പറയുന്ന ന്യൂയോർക്കിന്റെ ഒരു ഗവർണറായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു പ്രസിഡന്റ് വരെ ആകേണ്ട വ്യക്തിയായിരുന്നു ഒരു സമയത്ത്. 2020 കാലഘട്ടത്തിൽ അദ്ദേഹം ഡെമോക്രാറ്റ് പാർട്ടിയുടെ തലയെടുപ്പുള്ള നേതാവായിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് അഴിമതി കേസുകളിലൊക്കെ ആ, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായി വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു വരാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം മംദാനിയോട് പരാജയം അംഗീകരിച്ച് മംദാനിക്ക് കളം നീക്കി അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ വന്ന വിഷയം വളരെ ക്രിട്ടിക്കലായിട്ട് 4-5 പോയിന്റ്സ് ആണ്. ഒന്ന് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, എങ്ങനെ മംദാനി 33 വയസ്സുള്ള ഈ പറയുന്ന വ്യക്തി കമപ്പ് എന്ന് അദ്ദേഹം ഈ പറയുന്ന ഇത്രയും ലക്ഷക്കണക്കിന് വോട്ടുകൾ വാങ്ങി മുന്നോട്ട് വന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, മംദാനിയുടെ ഈ പറയുന്ന അഴിച്ചുവിട കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഭൂതം അമേരിക്കയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അതായത് സർക്കാർ തലത്തിലും പ്രതിപക്ഷമായിട്ടുള്ള ട്രംപിന്റെ പാർട്ടിയിലും അതോടൊപ്പം തന്നെ ഇവന്റെ മംദാനിയുടെ പാർട്ടിയായിട്ടുള്ള ഡെമോക്രാറ്റ് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളും, പിന്നെ ജനങ്ങൾക്കിടയിലും വെള്ളക്കാർക്കിടയിലും അതോടൊപ്പം തന്നെ കറുത്തവറക്കാരുടെ ഇടയിലും ഇന്ത്യക്കാർക്കിടയിലുമുള്ള അഭിപ്രായങ്ങൾ, അതായത് ഇതിന് സംഭവിക്കാൻ പോകും, ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നു. വൺസ് അഗൈൻ വെൽക്കം. ആദ്യമേ ഞാൻ പറയട്ടെ, അതായത് കഴിഞ്ഞൊരു 6 മാസമായി ഇവന്റെ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മുതലാണ്. അതായത് ഈ പറയുന്ന ട്രംപിന്റെ വിജയത്തിന് ശേഷം മംദാനിയും കൂട്ടിനും ക്യാമ്പയിനിങ് ആരംഭിച്ചു. അതായത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ. ഏകദേശം 75,000 വീടുകൾ അദ്ദേഹത്തിന്റെ ഈ മംദാനിയുടെ 30,000 പ്രവർത്തകരും ചെറുപ്പക്കാരാണ്. 20, 25, 30 വയസ്സുള്ള വോളണ്ടിയേഴ്സ് ഡോർ ടു ഡോർ എല്ലാ വീടുകളും കയറി ഇറങ്ങി മംദാനിയെ പറ്റി സംസാരിച്ചു. അവന്റെ പ്രഖ്യാപനങ്ങളും അവൻ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്ന പോളിസികളെ പറ്റി സംസാരിച്ചു. പോളിസികളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല പോളിസിയാണ് തീർച്ചയായും. സോഷ്യലിസം, 3 കാര്യങ്ങൾ ഫ്രീ ആയി കൊടുത്താൽ വോട്ട് കിട്ടും ഇന്ത്യയിൽ. അതായത് ഫ്രീ ആയിട്ട് പാർപ്പിടം കൊടുക്കുക, വെള്ളം കൊടുക്കുക, വൈദ്യുതി കൊടുക്കുക, ഗതാഗതം കൊടുക്കുക, എല്ലാം ഫ്രീ ആയി കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യുന്നതായിരിക്കും. ജനങ്ങളുടെ മെയിൻ പ്രശ്നം, ന്യൂയോർക്ക് ഏരിയയിലെ ജനങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് റെന്റാണ്. ഏറ്റവും പ്രൈം പ്രശ്നം. അതായത് അനിയന്ത്രിതമായിട്ടുള്ള റെന്റാണ്. ശമ്പളത്തിന്റെ ഏകദേശം 50 അല്ലെങ്കിൽ 60-70% റെന്റായിട്ട് പോവുകയാണ് ആളുകൾ. അപ്പൊ അതുകൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ജെൻസീസ്, അതായത് 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് അഫോർഡബിൾ അല്ല ഈ പറയുന്ന ന്യൂയോർക്കിൽ താമസിക്കുക എന്നുള്ളത്. പിന്നെ ടാർഗറ്റ് കൂടുതൽ ഈ പറയുന്ന ജെൻസി ആയിരുന്നു. ജെൻസീസിനെ ഡ്രോ ചെയ്ത് വോളണ്ടിയേഴ്സായി കൊണ്ടുവന്ന് അവർ മുഖേന ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് ജനങ്ങളുമായി ക്യാമ്പയിൻ ചെയ്ത് ഒരു വളരെ ഓർക്കസ്ട്രേറ്റ് എന്ന് പറയാം. അതായത് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ഒരുപാട്. ഈ നമ്മൾ ഈ പറയുന്ന പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ യുവാക്കൾ വരുന്നില്ല എന്ന് പറയുന്ന കംപ്ലൈന്റ് ചെയ്യുന്ന പൂജാരിമാരും അച്ഛന്മാരെയൊക്കെ മനസ്സിലാക്കണം, എങ്ങനെയാണ് മംദാനി ഒരു ക്യാമ്പയിൻ പുള്ളപ്പ് ചെയ്തത് വിത്ത് യങ്സ്റ്റേഴ്സ്, ജെൻസീസ്, 20, 25 വയസ്സുള്ള. അതായത് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഈ മരണ മംദാനി കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഈ പറയുന്ന ന്യൂയോർക്കിൽ തന്നെയുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുണ്ട്. എല്ലായിടത്തും ഉണ്ട്. എന്ത് പരിപാടിയായാലും പോലും നമ്മൾ പറയില്ല, ഒരു MLA മരിച്ചടപ്പായാലും കല്യാണമായാലും മാമോദീസ ആയാലും പേരിടലായാലും എല്ലാ പരിപാടിക്കും മംദാനി ഉണ്ടായിരുന്നു. തീർച്ചയായും നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമാണ്, യാതൊരു സംശയവുമില്ല. അവൻ്റെ ഒരു ക്യാമ്പയിനിങ് അങ്ങനെയാണ്. ആളുകളുടെ പ്രശ്നങ്ങൾ അംഗീകരിച്ചു, അതിനെപ്പറ്റി സംസാരിച്ചു, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചു. അതായത് ഇൻസ്റ്റഗ്രാം, ഈ പറഞ്ഞ സംഭവം ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും സ്റ്റാർ ആക്കാം. ഈ ഒരു രീതിയിൽ കൂടിയാണ് കഴിഞ്ഞ ഒരു 6 മാസമായി ഈ പറയുന്ന വ്യക്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ, അവനൊരു വിഷസർപ്പമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമയമെടുത്തു. കാരണം നമ്മുടെ മുമ്പിൽ പുഞ്ചിരിയോടെ കൈകൂപ്പിക്കൊണ്ട് നേതാവ് വരുന്നു, ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. അതുകൊണ്ട് പുറകിലെ കാര്യങ്ങളെ പറ്റി നമുക്ക് നേരെ വില സംസാരിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ പല ട്വീറ്റുകളെ കുത്തിപ്പൊക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു വിഷസർപ്പമാണ്, അല്ലെങ്കിൽ ഇവൻ വിൽക്കാൻ ശ്രമിക്കുന്നത് ഒരു പാമ്പിന്റെ വിഷമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു വരാം. ആദ്യമായി ഞാൻ പറയട്ടെ, സർക്കാരിന്റെ ഭാഗത്ത് നയം എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി മനസ്സിലാക്കി. അതായത് ഇതൊരു അവസരമാണ്. കാരണം ഇതുവരെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കാര്യമായിട്ടുള്ള ചലനം ഉണ്ടാക്കാത്ത ഒരു സംസ്ഥാനമാണ് ന്യൂയോർക്ക്. ഡെമോക്രാറ്റ് പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അവസരമാക്കി കരുതിയുകൊണ്ട് നല്ല 8-ന് പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അതായത് അവരുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റേഴ്സ് ഒക്കെ ഇവന്റെ പൗരത്വം റദ്ദാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവൻ ഉഗാണ്ടയിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ 7-8 വർഷം മുമ്പ് വന്നു.
എന്നിട്ട് പിന്നെ സിറ്റിസൺ ആയിരിക്കുകയാണ്. ജനിച്ചുകൊണ്ടല്ല, ഇവിടെ കൺവേർട്ടായിട്ട് ഇവിടെ വന്ന് നാച്ചുറലൈസ് സിറ്റിസൺ എന്ന് പറയും. അപ്പോൾ ഈ നാച്ചുറലൈസ് സിറ്റിസൺ ആവുന്ന സമയത്ത് ഒരു N400 എന്ന് പറയുന്ന ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു കോളമുണ്ട്. ആ ഫോമിലൊരു കോളത്തിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുമായി താങ്കൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഇവൻ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇവന് ഹമാസുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചിട്ട് ഒരു കൂട്ടം ആളുകൾ പാം ബോണ്ടി, ഇവിടുത്തെ അറ്റോർണി ജനറലാണ്, അവർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. അന്വേഷണം പ്രഖ്യാപിച്ചാൽ മംദാനി പെട്ടുപോകും. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 7-8 വർഷങ്ങൾക്ക് മുമ്പ് സിറ്റിസൺ ആവുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഹമാസുമായി ഇവർ അനുകൂലിക്കുന്ന പ്രസ്താവനകളോ ചടങ്ങുകളോ പങ്കെടുത്തു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ മംദാനിയുടെ പൗരത്വം റദ്ദാക്കപ്പെടും. പൗരത്വം റദ്ദാക്കപ്പെട്ടാൽ ഇദ്ദേഹം ഗ്രീൻ കാർഡിലേക്ക് തിരിച്ചു പോകും. ഗ്രീൻ കാർഡിൽ പോയാൽ പിന്നെ പഴയ എന്തെങ്കിലും കേസുകൾ പൊക്കി ഇവിടുന്ന് പുറത്താക്കാൻ പറ്റും, നാട് കടത്താൻ പറ്റും. അതായത് ഇറങ്ങി തിരിച്ചാൽ സാധിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് മംദാനിയുടെ മുന്നോട്ടുള്ള വഴി അത്ര എളുപ്പമായിരിക്കില്ല. സർക്കാർ, അത് മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടി ഇതിനെ വലിയൊരു ആയുധമായി കാണുകയാണ്. കാരണം അവരെന്താ പറയുന്നത്, ഓപ്പൺ ഡോർ, ഓപ്പൺ മതിലുകൾ, ഇവിടുത്തെ മതിലുകൾ ഇല്ലാതാക്കുക, ആർക്കും വരാം. പിന്നെ ഇവിടുത്തെ മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇവന് അനുകൂലമാണ്. അതായത് ട്രംപ് എന്തു പറയാൻ ട്രംപ് അധികാരത്തിൽ വന്നേ, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവൻ അനുകൂലിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ന്യൂയോർക്കിലെ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണ് അവർ. കാരണം ഡെമോക്രാറ്റ് പാർട്ടിയിൽ വളരെ ശുഗിതമായിട്ടുള്ള വിഘടിച്ചിരിക്കുകയാണ് ഇവനെ പറ്റി. കാരണം ഒബാമ, ജോ ബൈഡൻ മുതലായ ആളുകൾ ഇവനെ അനുകൂലിക്കുന്നേ ഇല്ല. കാരണം അവർ ഇവനെ ഒഴിവാക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവനെ തലയൂരാനുള്ള ഉദ്ദേശമാണ്. കാരണം ഇവനൊരു പാർട്ടിക്ക് വേണ്ടിയല്ല, ഇവൻ അവനവന്റെ അജണ്ടകൾക്ക് വേണ്ടി മാത്രം. ഇവന്റെ കടന്നു വരവെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്യൂൻസ് എന്ന് പറയുന്ന സൗത്ത് ഏഷ്യൻസ്, ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും മെജോറിറ്റി താമസിക്കുന്ന ഏരിയയിലെ വോട്ട് കൊണ്ടാണ് ഇവൻ ജയിച്ചിരിക്കുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, അമേരിക്ക എന്ന് പറയുന്നത് കാനഡയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടോ അല്ല. അതായത് ഭൂരിപക്ഷം അല്ലെങ്കിൽ ന്യൂനപക്ഷം വിചാരിച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് വ്യക്തമാക്കി മനസ്സിലാക്കുക. കാരണം എല്ലാ രാജ്യങ്ങൾക്കും ക്യാപ്പ് ഉണ്ട്. നിശ്ചിത ആളുകൾക്ക് മാത്രമേ അമേരിക്കയിലേക്ക് എൻട്രി ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ സായിപ്പിന്റെ ബുദ്ധിയാണ്. സായിപ്പ് നമ്മളിവിടെ എന്തും ചെയ്യാൻ സമ്മതിക്കും, ബിസിനസ് ചെയ്യാൻ സമ്മതിക്കും, കാശുണ്ടാക്കാം, പഠിക്കാം, എന്തും ചെയ്യാം. പക്ഷെ അവരെ ദ്രോഹിക്കാൻ പോയി കഴിഞ്ഞാൽ സായിപ്പ് വെറുതെ വിടില്ല. ഇവന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് റിച്ച് വൈറ്റ്, അതായത് 2% അമേരിക്ക ഈ ന്യൂയോർക്ക് ഏരിയയിലെ റിച്ച് ആയിട്ടുള്ള വൈറ്റിന്റെ കൂടുതൽ പണം വാങ്ങിച്ച് ഇതേപോലുള്ള സൗത്ത് ഏഷ്യൻസ്, അതായത് ഈ അണ്ടർ ദ ടേബിൾ പണിയെടുക്കുന്ന സൗത്ത് ഏഷ്യൻസ് ആയ ആളുകൾക്ക് അതിന്റെ വിഹിതം കൊടുക്കുക. വെള്ളക്കാർ ഇളകിയിരിക്കുകയാണ് കഴിഞ്ഞൊരു 2-3 ദിവസങ്ങളായിട്ട്. കാരണം ഇവന്റെ പഴയ ട്വീറ്റുകളെ കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. ഇവൻ ആദ്യ ദിവസങ്ങളിലൊക്കെ ഇവൻ നെതന്യാഹു വിമർശകനായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അവൻ ആ ട്വീറ്റൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടെ എന്താ പറയുക, ജൂയിഷ് കമ്മ്യൂണിറ്റിയും കംപ്ലീറ്റ്ലി ഇളകിയിരിക്കുകയാണ്. അവർ ആദ്യം വിചാരിച്ചു ഇവൻ ഇവരുടെ കൂടെയാണ്. ചുരുക്കം പറഞ്ഞാൽ പൊയ്മുഖം ഓരോ ദിവസവും ചെല്ലുന്തോറും അഴിഞ്ഞു വീഴുകയാണ് മംദാനിയുടെ. അടിച്ചു വീഴിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. പള്ളികൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പ്രൊട്ടസ്റ്റൻസ്, ഇവാഞ്ചലിക്ക്, നോൺ ഇവാഞ്ചലിക്ക്, കാത്തലിക്ക് സഭകളെല്ലാം പാസ്റ്റർമാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവനെ മനസ്സിലാക്കി കൊടുക്കാൻ. ഇനി ഈ പറഞ്ഞ മംദാനിക്ക് ഒരേ ഒരു വഴിയുള്ളൂ, പേര് മാറ്റി പോലെ സക്കറിയാന്നോ ജോസഫ് എന്നാക്കിയാൽ ഒരു പക്ഷെ കടന്നുകൂടുമായിരിക്കും. കാരണം ഈ പറയുന്ന വ്യക്തി അവന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് അവനൊരു പ്രത്യേക മതത്തിനോട് മാത്രമാണ് അവന്റെ വികാരം. ഇന്ത്യൻസ് അവൻ ആന്റി ഇന്ത്യ, ആന്റി ഹിന്ദു, ആന്റി മോഡി വിടട്ടെ, ആർക്കും മോഡിയെ വിമർശിക്കാം ലോകത്തിൽ, അതിനൊന്നും വലിയ കഥയുള്ള കാര്യമില്ല. പക്ഷെ ആന്റി ഇന്ത്യ, ആന്റി ഹിന്ദു, അതായത് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ബി എന്നുള്ള വാക്ക് വെച്ചാണ് അഭിസംബോധന ചെയ്യുന്നത്. എല്ലാ ഹിന്ദുക്കളും എല്ലാം ഇളകിയിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന വ്യക്തി മേയറാവാൻ ഒരു കാരണവശാലും അമേരിക്കൻ സമ്മതിക്കില്ല. കാരണം മെജോറിറ്റി ആയിട്ടുള്ള വോട്ടേഴ്സ് ആയിട്ടുള്ള വെള്ളക്കാര്, കറുത്തവറക്കാര്, ഇന്ത്യക്കാര് ഇവരെല്ലാവരും പ്രതികൂലമായി പാർട്ടിക്കുള്ളിൽ തന്നെ ഇവന്റെ പ്രതികൂലമായിരിക്കുകയാണ്. കാരണങ്ങൾ ഞാൻ പറഞ്ഞില്ല. അതായത് ഇവന്റെ പ്രസ്താവനകൾ മുക്കിയിരിക്കുന്നു. പലസ്തീനെ അനുകൂലിക്കുന്ന പ്രസ്ഥാനം മുക്കി, അതായത് ജെറുസലേമിനെ അനുകൂലിക്കുന്ന പ്രസ്ഥാനങ്ങൾ മുക്കിയിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ പ്രസ്ഥാനം മാത്രമേ അവൻ മുക്കിയിട്ടില്ല. കാരണം നിസ്സാര മൈനോറിറ്റി മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാരവൻ വിളിച്ചിരിക്കുന്ന വാക്കുകൾ ബി എന്നും പിന്നെ ബക്രീദ് ദിവസത്തിൽ പശുവിനെ കൊല്ലണമെന്നും അവൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വ്യത്യസ്തം, അതായത് ഇവരുടെ ട്വീറ്റിലിട്ടിരിക്കുകയാണ് ഹാപ്പി ബക്രീദ്, അതിൻ്റെ അടിയിൽ പശുവിന് ചിഹ്നം. അത് എങ്ങനെയൊക്കെ ഇന്ത്യക്കാരെ ദ്രോഹിക്കാൻ പറ്റുമോ? മോഡീനെ അവൻ വിളിച്ചിരിക്കുന്നത് ജെനോസൈഡ്, ഓർക്കസ്ട്രേറ്റ്. ഹിന്ദുക്കൾ ഇല്ല എന്ന് പറയാം, മുസ്ലിംസ് ഇല്ല എന്ന് പറയുന്നത് ഇവിടെ ഗുജറാത്തിൽ. അതായത് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ചൈൽഡിഷ് ആയിട്ട്. അത് ശരിയാണ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് ആർക്കും താരമാകാം. പക്ഷേ ഒരു പ്രായോഗിക രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ പെട്ടെന്ന് ഒരു കുമിള പോലെ പൊന്തി വന്നു. പക്ഷെ ആ കുമിളയ്ക്ക് അധികം ആയുസ് ഇല്ലാതായി തീരുമെന്നാണ് ഈ വരും ദിവസങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് സർക്കാർ ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൗരത്വം റദ്ദാക്കും, നാട് കടത്തേണ്ടതായി വരും. ഇവന്റെ ഈ പറയുന്ന എല്ലാവിധ പണയിടപാടുകളും, ഈ പറയുന്ന ക്യാമ്പയിനിങ് എവിടുന്ന് പണ്ടും പണം വന്നു എന്നൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മംദാനിയുടെ മുമ്പിൽ വളരെ വളരെ വെല്ലുവിളികളാണ്. അദ്ദേഹത്തിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം മംദാനി എങ്ങാനും ഡെമോക്രാറ്റ് പാർട്ടിക്ക് വേണ്ടി ജയിച്ചു കഴിഞ്ഞാൽ അമേരിക്ക മുഴുവൻ വലിയൊരു കോളിളക്കമായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. ആ ഡെമോക്രാറ്റ് പാർട്ടിയുടെ അവസാനമായിരിക്കും.